ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടി ബോൾ ഗൗൺ പാനൽ കട്ടിംഗ് ഈസിയായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നും മലയാളത്തിലൂടെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു മെഷർമെൻറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ അളവാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അവളെ വേസ്റ്റ് അളവ് 22ആണ്. ഞാനിവിടെ പാനൽ പീസ് എടുക്കുന്നത് 8 പീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്ര വെച്ചാൽ അതെടുക്കുക. അതുപോലെ ഫുൾ ലെങ്ത്ത് 35, അതിൻ്റെ യോക്ക് ഭാഗം 12, സ്കേർട്ട് 23. ഫുൾ ലെങ്ത്ത് 35ൽ നിന്നും 12 കീഴിച്ചിട്ടുള്ള കണക്കാണ് 23. ഫാബ്രിക് 4 മീറ്റർ. അത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് മാറ്റം വരുത്താം. എത്രയാണോ പാനൽ പീസ് എടുത്തിട്ടുള്ളത് അതിനെ വേസ്റ്റ് അളവ് കൊണ്ട് ഹരിക്കുക. ഇവിടെ ഞാൻ എടുത്തത് 8ആണ്, വേസ്റ്റ് അളവ് 22ആണ്. അങ്ങനെ എനിക്ക് കിട്ടിയത് 2.75ആണ്. അതിലേക്ക് +1 കൂട്ടുക. അത് തയ്യൽ തുമ്പാണ്. ഈ +1 എന്ന് പറയുന്നത് 2 സൈഡിലും വരുന്ന തയ്യൽ തുമ്പ്. അതിന് അങ്ങനെ കൂട്ടിയപ്പോൾ 3.75 കിട്ടി. കണ്ടോ, ഈ ഒരു ഭാഗത്തുള്ള അളവാണ് 2.75. നമ്മൾ +1 കൂട്ടിയല്ലോ. അപ്പോൾ ആ 2 സൈഡിലും 0.05 അങ്ങനെ അര ഇഞ്ചായിട്ട് തയ്യൽ തുമ്പായിട്ട് വരും. ആ ഒരു കണക്കാണ് +1 എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 3.75 നമ്മൾ ആ മുകൾ ഭാഗത്തുള്ള കണക്ക്. ഇനി നമുക്ക് താഴ്ഭാഗത്തെ കണക്കാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് ഒരു കണക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ ഫാബ്രിക് അഥവാ തുണി എത്ര മീറ്ററാണോ എടുക്കുന്നത് അതിനെ വേസ്റ്റ് അളവ് കൊണ്ട് ഗുണിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മീറ്റർ തുണിയാണ്. പ്രായത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരാം. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. എൻ്റെ മോളെ അളവ് വേസ്റ്റ് അളവ് 22ആണ്. 22 × 4 88 സെൻറ്റിമീറ്റർ. ആ കിട്ടിയ അളവിനെ പാനൽ പീസ് എത്രയാണോ എടുത്തിട്ടുള്ളത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 പീസാണ്. ആ 8നെ 88 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ചിക്ക് +1 കൂട്ടുക. അപ്പോൾ 12. +1 എന്താണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പാണ്. അപ്പുറത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് അടിയിലെ അഥവാ ബോട്ടം ഭാഗത്തെ മെഷർമെൻ്റ് എടുക്കുന്നത്. ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ചൊക്കെ ഏറെ ഇടാം കേട്ടോ. അത് എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞ് നമ്മൾ കട്ടിങ്ങിൽ എന്തെങ്കിലും കത്രികപ്പാളേ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഏറുണ്ടായാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. കുറഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പീസ് ഒഴിവാക്കി വേറെ കട്ട് ചെയ്യേണ്ടി വരും. ബിഗിനേഴ്സ് അവരോടാട്ടോ പറഞ്ഞത്. ഇനി നമുക്ക് അളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതെന്താണെന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. തുണിയിൽ കട്ട് ചെയ്ത് കാണിക്കണേക്കാട്ടിലും മനസ്സിലാവും പേപ്പറിൽ കട്ട് ചെയ്താൽ. അപ്പോൾ നമുക്കിവിടെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്നും യോക്ക് ഭാഗത്ത് 12 ഇഞ്ച് ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് വരുന്ന ഇതിൽ ആ ലെങ്ത്താണ് നമ്മൾ പാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് 35 നമ്മളെ ലെങ്ത്ത്. അതിൽ 12 ഒഴിവാക്കി 23. ആ ലെങ്ത്തിനനുസരിച്ച് നീളം പാനൽ പീസ് എടുത്തിട്ട് അതിനെ ബോട്ടം ഭാഗത്തെ അളവ് എത്ര ഇനി 11, അതിലേക്ക് സീമം കൂട്ടി 12. അങ്ങനെ ആ ഒരു കണക്കിൽ തുണി മടക്കിയിടുക. ശേഷം മുകൾ ഭാഗത്തെ അളവ് എത്രയും 3.75 3.75 ആ അളവെടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ട് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചരിച്ച് അടിഭാഗം അളവെടുത്ത് മാർക്ക് ചെയ്ത് വെച്ചല്ലോ അങ്ങോട്ടേക്ക് ആ മൂലഭാഗത്തേക്ക് ചരിച്ച് വരച്ചു കൊടുക്കുക. ശേഷം അതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പേപ്പറിലാണ് ഞാൻ ചെയ്ത് കാണിക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ്. ഇതുപോലെ തന്നെയാണ് തുണിയിലും നമ്മൾ ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു വലിയൊരു പേപ്പറിൽ നമ്മളിതുപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് തുണി കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് കയറ്റി കൊടുത്തിട്ട് നടുഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയാണ് കിട്ടുക. അങ്ങനെ ഞാൻ പറഞ്ഞൊരു പേപ്പറിൽ, വലിയൊരു പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പേപ്പർ വെച്ചിട്ട് തുണി കട്ട് ചെയ്താലും നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനെ നിവർത്തിയിട്ട് നമുക്ക് കിട്ടിയ 3.75 അത് മുകൾ ഭാഗത്ത് അളവുണ്ടാവും. അടിഭാഗത്ത് നമുക്ക് കിട്ടിയ 12 ഇഞ്ച് സീമും കൂട്ടിയിട്ടുള്ള കേട്ടോ പറയണേ. രണ്ട് ഭാഗത്തും ആ ഒരു കണക്ക് അടിഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കൽ കേട്ടോ. ഇനി നമുക്ക് തുണി ഒട്ടും വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത ആ പീസിനെ തല തിരിച്ച് വെച്ചിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.